ഗുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം, ശുദ്ധജീവിതം, സഹോദരിത്വം ഇവയൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക അല്ലേ? എന്താണ് ഈ വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് നമ്മൾ അറിയേണ്ടത്? ഇന്ന് പല കുട്ടികൾക്കും എന്താണ് വിദ്യാഭ്യാസം എന്നാൽ അറിയില്ല. നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല വിദ്യാഭ്യാസം, ജീവിത മാർഗത്തിലേക്ക് നയിക്കുന്ന ഒന്നല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം തന്നെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് നമ്മൾ ശരിക്കും ഒരു വിദ്യാർത്ഥിയായി മാറുക. നമ്മൾ സ്കൂളിൽ നിന്ന് കുറെ അറിവ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, നമ്മളത് പഠിക്കുന്നു, ശരിയല്ലേ? പക്ഷെ ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് എന്ത് പഠിക്കുന്നു എന്ന് കൃത്യമായി എത്ര കുട്ടികൾക്ക് അറിയാം? ഇവിടെ നമ്മൾ ബൈ ഹാർട്ടിങ്, എല്ലാം ബൈ ഹാർട്ടിങ് അല്ലേ ചെയ്യാറ്, അല്ലേ? ശരിക്കും നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ ആദ്യം പഠിക്കണം. കുറേ കുട്ടികളുണ്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മന്മാർ വഴക്ക് പറയും, അന്നേരം അവരെന്ത് വിചാരിക്കുന്ന വെച്ചാൽ നമ്മളോട് അവർക്ക് ഇഷ്ടമല്ല, അല്ലെ? അച്ഛനും ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല, എപ്പോ നോക്കിയാലും പഠിക്ക് അല്ലെ? അവരെന്തിനാ ഈ പഠിക്ക് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? ഇല്ല. പുറമെ ഒരു മനുഷ്യന്മാരുണ്ട്, മീൻസ് നമ്മളെ സൊസൈറ്റി, നമ്മളെ സാമൂഹ്യം ഒരിക്കലും നിങ്ങൾ നന്നാവും മീൻസ് എല്ലാവരും എന്നല്ല, ഏകദേശം ആൾക്കാരും ഓക്കെ നീ പഠിക്കണം, നീ ഇതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങളെ മാതാപിതാക്കൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടി കെയർ ചെയ്യുക, ആ ഒരു 1% പോലും നിങ്ങളെ സൊസൈറ്റി നിങ്ങൾക്ക് വേണ്ടി ചെയ്യൂല. അവരെ എല്ലാവരും നിങ്ങൾ പഠിക്കാൻ വേണ്ടി, നിങ്ങളിപ്പോ ഒരു കുട്ടി ഫുൾ A+ എടുത്തു വന്നെന്ന് വിചാരിക്കാം, പക്ഷെ അതേ തൊട്ടടുത്തുള്ള കുട്ടി ഒരു 5 A+ എടുത്തു. അന്നേരം എന്താ ഈ 5 A+ എടുത്ത വീട്ടിൽ എങ്ങനെ ആയിരിക്കും അവസ്ഥ? ആ കുട്ടിയെ ഏകദേശം മീൻസ് ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഓക്കെ? ഞാൻ 10th-ലായാലും +2-ലായാലും ഫുൾ A+ ഒന്നുമില്ല. മീൻസ് 10th ഞാനൊരു 6 A+ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. +2 സെയിം, ലൈക്ക് ഞാൻ അങ്ങനെ ഒന്നും അത്ര മീൻസ് ഫുൾ A+ന്റെ ഒരു പഠിത്തമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അന്നേരം വീട്ടിൽ പറയും അവളെ കണ്ടുപിടിക്കും മൊത്തം A+ എടുത്തിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഫുൾ A+ എടുത്ത് എല്ലാവരും സക്സസ് ആയിട്ടുണ്ടെന്ന് എത്ര ആൾക്കറിയാം? ഒരിക്കലും ഇല്ല. മീൻസ് ഈ ഫുൾ A+ എടുത്ത കുട്ടികളുടെ അവരെ മെന്റാലിറ്റി എന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ സക്സസ് ആയിരിക്കുന്നു, നെക്സ്റ്റ് നമുക്ക് ഒന്നും ഇനി മൂവ് ആക്കാനില്ല, ഓക്കെ നമ്മളിനി പഠിച്ചാലും ഓക്കെ ഇല്ലെങ്കിലും ഓക്കെ. പക്ഷെ ഈ 5 A+ 6 A+ എടുത്ത കുട്ടികൾ അവരുടെ മനസ്സിലായിരിക്കും എന്ത്, ഓക്കെ നെക്സ്റ്റ് ടൈം ഞാനായിരിക്കും അവരെക്കാൾ മേലേക്ക് എത്താന്നൊരു മെന്റാലിറ്റി അവർക്ക് ഉണ്ടാവും, ഓക്കെ? സോ നമ്മൾ ഈ ഒരു 5 A+ ഓക്കെ നമ്മൾ ഈ മാർക്ക് എടുക്കാത്ത കുട്ടികൾ ഒരിക്കലും അവർ ഹലോ ഓക്കെ നമ്മൾ ഒരിക്കലും അവരെ വഴക്ക് പറയാൻ പാടില്ല. ബിക്കോസ് അവരെങ്ങനെയാണ് ചിന്തിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ കുറെ കേസിലെല്ലാം ആത്മഹത്യ ചെയ്യുന്നുണ്ട് കുട്ടികൾ, അല്ലെ? കുറച്ച് മാർക്ക് എടുത്ത് അവർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മീൻസ് എന്താ സൊസൈറ്റി എന്ത് പറയും, സാമൂഹ്യം അവരെ കുറിച്ച് എന്ത് പറയുന്നതാണ് ആ കുട്ടികളുടെ മനസ്സിൽ അന്നേരം ഓടുക, അല്ലെ? സത്യം എന്താ വെച്ചാൽ നമ്മുടെ സൊസൈറ്റി ഒരിക്കലും ഈ മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു കുട്ടിയെ അവഗണിക്കാൻ പാടില്ല. ബിക്കോസ് അവരായിരിക്കും ചിലപ്പോൾ അവർക്കും ഉണ്ടാവും കഴിവുണ്ടാവും, ചിലപ്പോൾ ഈ വിദ്യാഭ്യാസത്തിലല്ലെങ്കിലും അവർക്ക് വേറെ എന്തെങ്കിലും കഴിവ് അവർക്കുണ്ടാവും. ഇൻബോൺ ആയിട്ട് ആരും മീൻസ് എല്ലാവർക്കും ടാലന്റ് ഉണ്ട്, ഇൻബോൺ ടാലന്റ് ഇല്ലാത്ത ഒരു ആൾക്കാരും ജനിക്കാറില്ല, ഓക്കെ? സോ നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ടാലന്റ് എന്താണ് ആദ്യം നിങ്ങൾ അത് തീരുമാനിക്കണം. മീൻസ് നിങ്ങൾ അത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് മൂവ് ആക്കാൻ പറ്റും. പഠിത്തത്തിൽ മാത്രമായിരിക്കും തോന്നില്ല, ബാക്കി കായികപരമായിട്ട് എല്ലാവർക്കും ക്യാഷ് പ്രൈസ് മൊമെന്റ് എല്ലാം കൊടുക്കുന്നുണ്ട്, അല്ലേ? സോ അത് നമ്മൾ എങ്ങനെയാണ് അത് നമ്മൾ ആദ്യം കണ്ടെത്താൻ നോക്കണം നമ്മുടെ മനസ്സിൽ നിന്ന്. ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഫുൾ A+ അല്ല, അങ്ങനെയൊന്നും അല്ല. സോ ഡിഗ്രി എത്തുന്ന സമയത്ത് ഞാൻ സയൻസ് ആയിരുന്നു, ആക്ച്വലി ഞാൻ സയൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം എല്ലാവരും ഓക്കെ മാർക്ക് എടുത്ത സയൻസ് എടുത്താൽ അവരൊരു ഇപ്പൊ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ലൈക്ക് ആ ഒരു മേഖലയിലേക്ക് പോകാൻ വേണ്ടിയുള്ള സയൻസ് എടുക്കും, പിന്നെ നീറ്റ് എഴുതി ഡോക്ടർ ഓക്കെ ലൈക്ക് അങ്ങനെ എല്ലാം പോകും. പക്ഷേ അതുപോലെയല്ല നമുക്ക് ഇനിയിപ്പോ PSC ഈ ഗവൺമെന്റ് ജോബിലേക്ക് അധികം ആൾക്കാർ നമ്മളെ മെയിൻലി പറഞ്ഞ കാസർഗോഡ് നമ്മളെ ഈ ഏരിയയിൽ ഏകദേശം കുട്ടികൾ ആരും മീൻസ് SSC ആട്ടെ, ബാങ്കിങ് ആട്ടെ, PSC ആട്ടെ ഒന്നിലോ ഒരു പേർക്കും താല്പര്യമില്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഈ കണ്ണൂർ സൈഡ് പോയാലുണ്ടല്ലോ, ഞാൻ പഠിച്ച കോച്ചിങ്ങിൽ ഞാൻ ഒറ്റ ഒരാളായിരുന്നു. ഈ IBPS കോച്ചിങ് പോകുമ്പോൾ ഈ കാസർഗോഡ് വരുന്ന ഒരാളായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി മൊത്തം ഈ കണ്ണൂർ നാട്ടെ, കോഴിക്കോട് നാട്ടെ എല്ലാവരും വരുന്നുണ്ട്, അവരെല്ലാവരും സക്സസ് ആവുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയൂല. സർ കഴിഞ്ഞ വർഷം സർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ PSC കോച്ചിങ് നടത്തുന്നുണ്ടായിരുന്നു,
ആരും വരാതെ നിർത്തിയെന്ന്, മീൻസ് കുട്ടികളാരും പോകുന്നില്ല, അതുകൊണ്ടാണ് അത് നിർത്തിയെന്നാണ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് അറിയുന്നില്ല ഇതിനെ കുറിച്ച് ആരും, മീൻസ് ഈ PSC ആയിട്ട് SSC ആയിട്ട് ഇതിലെല്ലാം പോയി നമുക്കൊരു ഗവൺമെന്റ് ജോബ് എന്ന് വെച്ചാൽ എത്ര സെക്യൂർഡ് ആണ് നമ്മൾ അറിയുന്നില്ല. മീൻസ് നമ്മൾ ഇനിയാണെങ്കിൽ PSC കോച്ചിങ്ങിൽ അതുവരെയാണ് മീൻസ് നമ്മുടെ സംഘടന നടത്തുന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും അതിൽ പോകണം. മീൻസ് നിങ്ങളെ ഈ പഠിത്തത്തിന്റെ ഒരു 1% എന്തായാലും നിങ്ങൾ ഈ എക്സാംസ് ആയിട്ട്, മീൻസ് ഈ ഗവൺമെന്റ് എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി എന്തായാലും പ്രിപ്പയർ ചെയ്യണം. മീൻസ് 10th കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം വേണം. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങളെ സ്വപ്നമായിരിക്കും നിങ്ങൾ ഇതാവണം. ഓക്കെ, അത് ജസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടാൽ നിങ്ങളെ സ്വപ്നമായിരിക്കും. പിന്നെ നിങ്ങൾ 2 പ്രാവശ്യം കണ്ടാൽ എന്തായിരിക്കും, നിങ്ങൾ ആഗ്രഹമായിരിക്കും അല്ലേ. പിന്നെ പല തവണ നിങ്ങൾ അത് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. ഞാനിപ്പോൾ എനിക്കൊരു ബാങ്കറാണ്, ഞാൻ MBA കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും മീൻസ് ബാങ്കിൽ ഒരു ജോബ് എന്തായാലും വേണം. ഞാൻ ഈ നവംബർ എൻ്റെ എക്സാം കഴിഞ്ഞു. പക്ഷേ ഈ MBA ലാസ്റ്റ് ഇയർ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ബാങ്ക് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് തന്നെ ഞാൻ ബാങ്ക് കോച്ചിങ് എടുത്തു. ഓക്കെ, നമുക്കൊരു ആ ലക്ഷ്യത്തിൽ എന്തായാലും എത്തണമെന്നുണ്ടെങ്കിൽ മീൻസ് എത്ര നമുക്കത് പറയാൻ പറ്റില്ല. മീൻസ് എത്ര റീസണിങ് ആയിട്ട് മാത്സ് ആയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു, ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റൂല. എന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ച ടീച്ചർ 2 years ആയി അവർ എന്നെ പഠിപ്പിക്കുന്നുണ്ട്, അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാഡം എന്നെ പറഞ്ഞു ഇതെങ്ങനെ, മീൻസ് അവർ എന്നെ പഠിപ്പിച്ചിട്ട് അവർക്ക് മുൻപ് എനിക്ക് ആ വർക്കിൽ കയറി എന്ന് പറയുമ്പോൾ മാഡത്തിന് തന്നെ ഒരു മീൻസ് അവർ ഓക്കെ എങ്ങനെ പഠിച്ച ആ ഒരു മീൻസ് ആ ടൈം ടേബിൾ എങ്ങനെയായിരുന്നു പഠിച്ച മാഡം എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമുക്കൊരു ലക്ഷ്യം വേണം, നമ്മൾ എവിടെ എത്തണം എന്നൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടായാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ നവംബർ എൻ്റെ ക്ലാസ് കഴിഞ്ഞാലും വിത്തിൻ 3 ഓക്കെ ഞാനൊരു 4 month അത് ഓഫ്ലൈൻ കോച്ചിങ് പോയി. മാർച്ചിൽ എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ നമുക്ക് ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റൂലല്ലോ, എന്താണ് സംഭവിക്കുക നമുക്കൊന്നും പറ്റൂല. ഞാനായിട്ട് എൻ്റെ മാമൻ്റെ ഒന്നിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാനും മാമൻ മീൻസ് എല്ലാ സമയം പേടിക്കണ്ട അങ്ങനെ കുറെ പറയും. എന്നാലും ആ ഇന്റർവ്യൂ പാനലിൽ എത്തുമ്പോൾ നമ്മൾക്കൊരു മൊത്തത്തിൽ പോകുമായിരുന്നു. പക്ഷെ അവർ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് കോൺവെർസേഷൻ ആയിരുന്നു അവരിൽ നിന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. നേരെ ഞാൻ പറഞ്ഞു മാമ അങ്ങനെ ആവും തോന്നില്ല. എന്നാലും നമ്മൾ ഡൽഹിയിൽ പോയിട്ടായിരുന്നു എൻ്റെ ഇന്റർവ്യൂ അന്ന് ഉണ്ടായിരുന്നത്. എനിക്ക് ഉറപ്പൊന്നുമില്ല, എന്നാലും ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് വന്നിട്ട് അമ്മ എൻ്റെ എത്ര സ്കോർ ഇന്റർവ്യൂവിൽ ഒരാൾക്കും പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ അവിടെ എന്ത് പറഞ്ഞെന്ന് എനിക്ക് പറയില്ല, ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ആയിരുന്നു നടന്നിരുന്നത്. പക്ഷേ നമുക്ക് പറ്റാണ്ടായിട്ട് ഒന്നുമില്ല. ഈ നമ്മുടെ ലൈഫിലായിട്ട് നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു നിങ്ങളൊരു ദൃഢനിശ്ചയം എടുത്തു വെച്ചാൽ യു ക്യാൻ ക്രാക്ക് എനിത്തിങ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കും. ഇനിയിപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളുണ്ടാവും, അവരിനിയിപ്പോൾ ഏകദേശം എല്ലാവരും ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പോവുക. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെ കുട്ടികൾ ഇനിയും ഈ ഗവൺമെന്റ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്താ നമ്മൾ കാസർഗോഡ് ആട്ടെ നമ്മളെ തീയ സമുദായത്തിലാട്ടെ അങ്ങനെ ആരും എനിക്ക് തോന്നുന്നില്ല. മീൻസ് എത്ര കണ്ടാൽ അവർ ഓക്കെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് കിട്ടി ഞാനത് പോകും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം വേണം. എന്താ വെച്ചാൽ ഒന്നിലും IAS IPS ബാങ്കിങ് ഏതെങ്കിലും ഒരു മേഖല നമ്മൾ എന്തായാലും ക്രാക്ക് ചെയ്യണം നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. യു ക്യാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ടൈം ടേബിൾ ആക്കി വെക്കാം. നിങ്ങളിപ്പോൾ +2 നിങ്ങൾ ഇത്ര സമയം ഇത് പഠിക്കുന്നുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഡിഗ്രി സമയത്ത് 7 to 10 നിങ്ങൾ കോളേജ് പഠിക്കാം. അതിനൊരു 1 hour 1.5 hour നിങ്ങൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങളെ ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങളെ സ്റ്റഡീസിനൊന്നും ഇതും കൂടി ചെയ്താൽ ഞാൻ പറയാം നിങ്ങൾ വിത്തിൻ 1 year നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സായി നിങ്ങളൊരു ജോബിൽ എത്തിയിരിക്കും. ഓക്കെ, മീൻസ് ഞാൻ അതുപോലെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. MBA ഞാൻ MBA എനിക്ക് റാങ്കും കിട്ടിയിട്ടുണ്ട്. സോ ആ MBA പഠനത്തിനോടൊപ്പം തന്നെ ഞാൻ ഈ ബാങ്കിങ് നോക്കിയിരുന്നു. സോ ഈ 1.5 വർഷത്തിനുള്ളിൽ എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഡ് വർക്കും നിങ്ങളൊരു കണ്ടിന്യൂറ്റി വേണം. എന്തായാലും ഇന്ന് പഠിച്ച് നാളെ നിർത്തി അത് പറ്റൂല. ഇന്ന് പഠിച്ച എന്താ നാളെ പഠിക്കാം. ഒരു വീക്ക് മൊത്തം പഠിച്ചതിന് ശേഷം അതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. നമ്മളെന്താങ്കിൽ ഏതെങ്കിലും ഒന്നിലെത്തണം. മീൻസ് നമ്മളെ കുട്ടികൾ നമ്മളെ ജാതിയിലുള്ള കുട്ടികൾ എല്ലാവരും ഒരു നിലയിലെത്തണം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗവൺമെന്റ് ജോബിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബിലായി നമ്മൾ എത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ നിങ്ങൾ എല്ലാവരും നന്നായി ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാം. പിന്നെ മാതാപിതാക്കളെ എന്തായാലും ബഹുമാനിക്കണം. അതിപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതൽ ഞാൻ കാണുന്നില്ല. മീൻസ് മാതാപിതാക്കളായാലും നമ്മൾ പുറമേ ആരെ കണ്ടാൽ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നല്ല, നമ്മൾ കൊടുത്താലല്ലേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അല്ലേ. ഇപ്പൊ ഒരാള് അങ്ങനെ വരുന്നുണ്ട്, ഓക്കെ അറിയാത്ത ആൾ എന്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്മൈലാക്കി കൊടുക്കുക, അവർക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അത് നമുക്ക് മീൻസ് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും അത്. ഓക്കെ,
കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും പിന്നെന്തെന്ന് വെച്ചാൽ നമ്മള് SNDP ഭാരവാഹികളെ കുറിച്ചിട്ടാണ്. അവർ നടത്തുന്ന ഈ ബുക്ക് കൊടുക്കലായാലും ഒക്കെ ഈ സ്കോളർഷിപ്പും മൊമെന്റം എല്ലാം കൊടുക്കും. നമ്മളെ കുട്ടികൾക്ക് ഒരു അവരെ ഇത് അവര് നമ്മുടെ പഠനത്തിൽ തന്നെ യൂസ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് അവിടെ ആയാലും നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് നമ്മളെ പഠനത്തിന് വേണ്ടി തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ നന്നായി പഠിക്കുക. ഇതൊരു പ്രോത്സാഹനമായിരിക്കും ഇനി വരുന്ന കുട്ടികൾക്ക്. ഇപ്പൊ ഇവിടുന്ന് വാങ്ങിപ്പോകുന്ന കുട്ടികൾ, ഇതും കാണുന്ന കുട്ടികൾ നെക്സ്റ്റ് ഇയർ നിങ്ങൾ ഇത് വാങ്ങണമെന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇയർ ഞാൻ ഇന്ന് അവൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ഞാനായിരിക്കും ആ സ്ഥാനത്ത് പോയി ഞാനും വാങ്ങുന്നൊരു ദൃഢനിഷ്ഠ ഇപ്പൊ തന്നെ എടുക്കാം. ഓക്കെ, SNDP ഭാരവാഹികൾക്ക് എല്ലാവർക്കും നന്ദി. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പരിപാടി ഇനിയും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.